നമസ്കാരം. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലേക്കുള്ള ഹംസഫർ എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഞങ്ങളിപ്പോൾ ഗുജറാത്തിലെത്തി. ഗുജറാത്തിലെ സബർമതി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അഹമ്മദാബാദിന് അടുത്താണ് സബർമതി വരുന്നത്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ പോകാനുള്ളൂ. നമ്മൾ അവിടെ എത്തേണ്ട 7:35 ഇപ്പൊ 7:20 ആയതേ ഉള്ളൂ. അതുകൊണ്ടാണ് വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതെ അതെ അതെ, ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് ഇതാണ്. 3rd AC ആണല്ലോ ഹംസഫർ. ഈ ഒരു ഹംസഫർ മുഴുവനും 3rd AC മാത്രമേ ഉള്ളൂ. അതിൽ B4 ഇതാണ് നമ്മുടെ കോച്ച്. അതുപോലെ തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് ശ്രീഗംഗാനഗർ തിരുച്ചിറപ്പള്ളി ട്രെയിൻ നമ്പർ വരുന്നത് 22497. ആ മേലെയുള്ള അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. സമയം ഇപ്പം കറക്റ്റ് 7:20 അതുപോലെ തന്നെ ഉണ്ടല്ലോ സബർമതി ജംഗ്ഷൻ, ഇതിന്റെ അടുത്ത് തന്നെയാണ് സബർമതി BG എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. പലർക്കും അറിയില്ല, അത് നമ്മൾ പോകുന്ന വഴി തന്നെ കാണും. അതെ അതെ, രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. വണ്ടിക്ക് സിഗ്നൽ ഇതുവരെയും കേട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ വണ്ടിയാണ്. രാത്രി കഴിഞ്ഞ ദിവസത്തെ യാത്ര നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, രാജസ്ഥാനിലെ ജോധ്പൂർ വെച്ചാണ് വൈൻഡപ്പ് ചെയ്ത്. ഏകദേശം 12 മണിക്കാണ് വീട് വൈൻഡപ്പ് ചെയ്തത്. രാത്രി കിടന്നിറക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. കാരണം പുറത്തും നല്ല തണുപ്പുണ്ട്, അകത്തും തണുപ്പുണ്ട്. സബർമതി ഇത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടിമുടി മാറും. സബർമതി BG റെയിൽവേ സ്റ്റേഷൻ വരുന്ന അങ്ങ് അവിടെയാണ്. രണ്ടും ഒരേപോലെയുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് ഉള്ളത്, ജംഗ്ഷനും BG. അഹമ്മദാബാദ് മെട്രോ പോകുന്നതാണ്ട, നല്ലൊരു വ്യൂ അല്ലേ. മോർണിംഗ് തന്നെ നല്ലൊരു വ്യൂ കിട്ടി. സബർമതി റിവർ അങ്ങ് അതിലൂടെയാണ് റോഡ് പോകുന്നത്. അതിലൂടെ അവിടൊക്കെ വർക്ക് നടക്കുക. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാണെങ്കിൽ അടിപൊളി ആയേനെ. ഇപ്പോൾ ആ ടൈമിൽ വരുകയും ചെയ്യില്ല, അത് വേറെ കാര്യം. അഹമ്മദാബാദിന്റെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന ഒരു മെയിൻ റിവറാണ് സബർമതി. ഈ ഒരു സബർമതി തന്നെ മെട്രോയിൽ പോകുമ്പോൾ ക്രോസ് ചെയ്യുന്നുണ്ട്, മെട്രോയും ക്രോസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിവർ. ഈ താഴെ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഏതാ സബർമതി കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ പില്ലറുകൾ. ഇത് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്ട്. അതായത് ബുള്ളറ്റ് ട്രെയിൻ വരുവാണെങ്കിൽ ഇതുവഴിയാണ് കടന്നു പോവുക. സബർമതി നിന്നാണ് ബുള്ളറ്റ് ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സബർമതിയിൽ നിന്ന് മുംബൈയിലോട്ട്. ഇതുണ്ട നാഷണൽ ഹൈ സ്പീഡ് കോർപ്പറേഷൻ ലിമിറ്റഡ്. നമ്മുടെ അഹമ്മദാബാദ് ജംഗ്ഷന്റെ അവിടെ തന്നെ ഒരു സ്റ്റേഷനൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അത് വരുന്നുണ്ട്, എല്ലായിടത്തും വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് സബർമതി നിന്നാണെന്ന് മാത്രം. ആനന്ദ്, വഡോദര, സൂറത്ത് വഴി അങ്ങ് നേരെ മുംബൈയിലേക്ക്. എത്ര പെട്ടെന്ന് എത്തുന്ന അറിയാ? 2026 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സബർമതിയിലത്തെ റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു പണിയൊക്കെ ഏകദേശം കഴിഞ്ഞെന്നാ തോന്നുന്നത്. ബാക്കിയൊന്നും ആയിട്ടില്ല. ഇത് താഴെ എല്ലാം മേലെ ഭാഗത്തെ കൂടെ തന്നെയാണ് പോകുന്നത്. കണ്ട നല്ല പരിപാടി തന്നെയാണ്. സമയം 7:38. അഹമ്മദാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തുകയാണ്. ഇവിടെ ഇതാ നെയിം ബോർഡ്, അഹമ്മദാബാദ് ജംഗ്ഷൻ. ഇവിടെ എന്തായാലും ഒരുപാട് നേരം നിർത്തും. ആ ഉള്ള ടൈമിനെക്കാട്ടിയും കൂടുതൽ എന്തായാലും നിർത്തും. മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ അഹമ്മദാബാദ് ജംഗ്ഷൻ. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 5 നമ്മളെ വണ്ടി വന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു നെയിം ഉണ്ടാവുമല്ലോ, ഇത് അഹമ്മദാബാദ് ജംഗ്ഷൻ. ഈ ഒരു ഗുജറാത്തിലെ തന്നെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ഈ പറയുന്ന അഹമ്മദാബാദ്. അതുപോലെ തന്നെ വെസ്റ്റേൺ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഡിവിഷനാണ് അഹമ്മദാബാദ്. ഇവിടെ 9 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. നല്ല ബിസിയസ്റ്റ് ആണ് ഇവിടെ. ഭയങ്കര എന്താ പറയാ, റെയിൽവേ സ്റ്റേഷൻ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ. അതെല്ലാ റെയിൽവേ സ്റ്റേഷനും ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. രാവിലെ തന്നെ 2 ചായ കുടിക്കുക. ഇവിടെ ബേക്കറി പലഹാരമൊക്കെ ഉണ്ട്, നമുക്കതൊന്നും വേണ്ട. ഇവിടുന്ന് ചായ കഴിക്കാം. ഭയ്യ ദോ ചായ.
അവിടെയാണ് ഇവിടെയാണ് ചായ വരുന്നത്. ഭയ്യ അതോ ചായ. ഇന്നലത്തെ അത്ര തണുപ്പൊന്നുമില്ല, എന്നാലും ഒരു രാവിലെ ചായ കുടിക്കുന്ന നല്ലതല്ലേ. ഇതാ ഇവിടെ ഒരു വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി എടുക്കേണ്ട ടൈം ആയിട്ട്, ആ ടൈം ആകുമ്പോഴത്തേക്കും ചായ ഒക്കെ കുടിച്ച് സെറ്റ് ആവാം. അഹമ്മദാബാദിൽ നിന്ന് കറക്റ്റ് 8:10 വണ്ടി എടുത്തത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് നദിയതാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിലേക്ക് 46 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്. എന്തൊരു സൈലന്റ്. റെയിൽവേ സ്റ്റേഷനൊക്കെ പിന്നിട്ട് ഞങ്ങളിതാ മുംബൈ ഭാഗത്തേക്ക് കുതിക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻഡോറിന്ന് ഗാന്ധിനഗറിലേക്ക് പോകുന്ന ശാന്തി എക്സ്പ്രസ് വരുന്നതാണ്. ഇവിടെ ഒരു WP5 ഉണ്ട്. ഇത് ശാന്തി എക്സ്പ്രസ്. ഇൻഡോർ ഇതൊക്കെ ഇപ്പോഴും ഉത്കൃഷ്ട കോച്ച് ഉണ്ട് അത്ര, LHPയിലോട്ട് മാറിയിട്ടില്ല. മഹാമാന എക്സ്പ്രസിന്റെ ഒരു ലിവറി ചെയ്ത് ഈ പോകുന്നത്. ഒരുപാട് AC ഉണ്ട്. ആ നേരത്തെ പറഞ്ഞ ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്റ്റ് ഇല്ലേ നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ, അതിൻ്റെ ആ പില്ലറുകൾ പോകുന്നുണ്ട്. അതാ ഇനിയിപ്പോൾ മേലെ കൂടെ അത് കെട്ടി റെഡിയാക്കിയേ വേണ്ടു. ഇതിൻ്റെ വർക്ക് വളരെ പെട്ടെന്നാണ് കണ്ടതാ. ഇവിടെയൊക്കെ ചെയ്ത് വരുന്നുണ്ട്. വളരെ സ്പീഡാണ് ഇവർ ഈ ഒരു വർക്ക്. ഇവിടെയൊക്കെ ഇതാ നേരെ ഞാൻ ഒരു ഭാഗത്തേയും കൂടെ ആയാലായി. ഇതുണ്ടാ, അപ്പോൾ അടിപൊളിയാണ്. ഇതെല്ലാം വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇന്ത്യൻ്റെ ഈ ഒരു ഇതന്നെ ടോട്ടലി മാറും. ബുള്ളറ്റ് ട്രെയിനൊക്കെ വരുവാന്ന് തന്നെ പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഇതാണല്ലോ. വേഗത്തിലെത്താം എല്ലായിടത്തും. ആണ് ഈ കാണുന്നത്. ട്രെയിൻ പോകുന്ന സ്പീഡ് കണ്ട 123, 124, 120 മേലെ തന്നെ വണ്ടി പറക്കുക. ഈ ഹംസഫർ നല്ല സ്പീഡാണ് കേട്ടോ. അതിൻ്റെ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമാണ്. ആനന്ദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ അടുത്തോണ്ടിരിക്കുകയാണ്. ഒരേ പോക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സ്പീഡ് ട്രാക്കാണ്. ഇതേ കൂടെയൊക്കെ പോകുന്ന വണ്ടി പറക്കുക. എല്ലാ വണ്ടിക്കും ഇതേ സ്പീഡ് തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ ആനന്ദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ്. ഇവിടെ ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പം ഞങ്ങൾ വന്ന അഹമ്മദാബാദ് ലൈനും ഇനിയിപ്പോൾ പോകുന്ന മുംബൈ ലൈനും കൂടാതെ തന്നെ ഗോദ്രയിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആനന്ദ് പറഞ്ഞാൽ ഇന്ത്യൻ്റെ പാൽ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അമൂലിൻ്റെ പ്ലാന്റ് ഒക്കെ ഉണ്ട്. നമ്മളെ ഈ ആനന്ദ് റെയിൽവേ സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. അതുപോലെ തന്നെ ആനന്ദിൻ്റെ കാര്യം പറയാം. നമ്മളെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് അഹമ്മദാബാദിലത്തെ മാച്ച് കാണാൻ വേണ്ടി വന്ന സമയത്ത് താമസിച്ചത് ആനന്ദിലായിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തൊക്കെ ഉണ്ടല്ലോ നല്ല നോൺ വെജ് ഫുഡൊക്കെ കിട്ടാൻ. ഞങ്ങൾ ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗുജറാത്തിൽ വന്ന സമയത്ത്. അടിപൊളി നല്ല ഭക്ഷണമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പുറത്തുതന്നെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇനി വിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് വഡോദരയാണ്. പിന്നെ വേറൊരു കാര്യം, പാൻട്രിയിൽ നിന്ന് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം വാങ്ങിയിട്ടാ. അതിനിപ്പോൾ ഇത് വിട്ട് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാലും കഴിക്കാം. ഈ പ്ലാറ്റ്ഫോമും ട്രെയിനിൻ്റെ ഇതും തമ്മിൽ ഡിഫറൻറ്റ് പോകാറ്. ഈ പ്രായമായവരെല്ലാം എങ്ങനെ കയറാനല്ലേ ഇതാ. എൻ്റെ പൊന്നോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ഗ്യാപ്പാണ് ഉള്ളത്. അത് അവിടെ ഇത് ശരിക്കും മനസ്സിലാവും. കണ്ടോ, അതാ ഇത്രയും ഗ്യാപ്പാണ് ഉള്ളത്. ഈ പ്രായമായവരെല്ലാം കയറുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒന്ന് ശരിയാക്കണം അല്ലേ. എറണാകുളം സൗത്തിൽ ഇതേപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ഒരാൾക്ക് താഴെ വീണ് കുടുങ്ങി വീണ്ട അവസ്ഥയാടാ. അല്ല, മരണപ്പെടാൻ വരെയുള്ള ഒരു വകുപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ റെഡിയാക്കണം. ഇവിടുന്ന് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ഇവിടുന്ന് വണ്ടി എടുത്തു. ഈ ആനന്ദ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഇവിടെ തന്നെയാണ് അമൂലിന്റെ പ്ലാന്റ് ഒക്കെ ഉള്ളത്. കണ്ടതാ, ശരിക്കും പറഞ്ഞാൽ ഈ അമൂലിന്റെ പ്രൊഡക്റ്റുകളൊക്കെ
നിർമ്മിക്കുന്നത് പല പല ഭാഗങ്ങളിലുണ്ട്. പക്ഷെ കൂടുതലായിട്ടും അതിൻ്റെ മെയിൻ ഉള്ളത് ഈ ആനന്ദിലാണ്. നമ്മൾ പാൻട്രിയിൽ നിന്ന് വാങ്ങിച്ചത് അവലാണ്, അതായത് പോവ. ഇതിന് കെച്ചപ്പ് കൊണ്ടൊരു സ്പൂണും ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു അവലൊക്കെ ഉള്ളത്. നല്ല രസമുണ്ട്, കാരണം ആദ്യമായിട്ടാണ് അവലൊക്കെ കഴിക്കുന്നത് ട്രെയിനിന്. ഇതുണ്ട്, ഈ ഒരു ടൈപ്പിലാണ് അവൻ്റെ ഇതൊക്കെ വരുന്നത്. ഇപ്പം ഇത് കഴിച്ച് ആകുമ്പോഴത്തേക്കും തന്നെ എവിടെ എത്തും? വഡോദര എത്തും. ട്രെയിൻ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇതിലൊക്കെ കുറേ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിനായത് 40 രൂപയാണ്. സമയം 9:30. വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. BRC വഡോദര. ചാടി കയറുന്നുണ്ട്. എൻ്റെ പൊന്നു, ഇവരെങ്ങനെ കയറുന്നല്ലേ? പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. നമുക്കിതിൻ്റെ ലോക്കോമോട്ടീവ് ഒന്ന് കാണാൻ വേണ്ടി പോവാം. ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ആവാനാണ് ചാൻസ്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ഡീസൽ ലോക്കോമോട്ടീവാണ്, WDP-4D. ഇനി അത് മാറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. കണ്ട, ഇപ്പം ലോക്കോമോട്ടീവ് മാറി. അതായത് ശ്രീഗംഗാനഗറിൽ നിന്ന് അഹമ്മദാബാദ് വരെ ഡീസൽ ലോക്കോമോട്ടീവാണ് നമ്മുടെ ഈ ട്രെയിൻ ഉള്ളത്, WDP-4D. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഇലക്ട്രിക്കായി. WAP-7 WP-7 റോയാപുരത്തിൻ്റെ ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. ഇത് മിക്കവാറും പൂനെ വരെ ആയിരിക്കും. പൂനെന്ന് ആദ്യം ചേഞ്ച് ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ അടുത്തോടെ തന്നെ പോവാം. ശ്രീഗംഗാനഗർ തിരുച്ചിറപ്പള്ളി. നിങ്ങൾ പെട്ടെന്നാണ് വന്നത്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ വന്നിട്ടുള്ളത്. 5 മിനിറ്റത്തെ ഹോൾഡിന് ശേഷം വഡോദരയിൽ നിന്ന് വണ്ടി എടുത്തു. ഇത് കൽക്കരിയാണ്, കണ്ടാ, മൊത്തം കൽക്കരിയാണ് അതിൻ്റെ അകത്തുള്ളത്. വഡോദര ജംഗ്ഷൻ. ഇനിയിപ്പോൾ ലോങ് എവിടത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഭറൂച്ചാണ്. ഇവിടെ ഒരു വണ്ടിയുണ്ട്, ബറോണിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്ന ട്രെയിൻ, ഒരു നോർമൽ എക്സ്പ്രസ്. ബറോണി അഹമ്മദാബാദ് എക്സ്പ്രസ്. ഇപ്പൊ ഒരു ട്രെയിൻ വരും, മുംബൈ സെൻട്രൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇപ്പൊ വരും. എന്താ ടൈമിംഗ് അല്ലേ? അതാണ് പക്ക ടൈമിംഗ് ആണ്. ട്രെയിൻ ഇപ്പൊ 130-ലാണ് പോകുന്നത്. 128, 129 ഈ സ്പീഡ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനുകളെല്ലാം വെസ്റ്റേൺ റെയിൽവേയില് റോക്കറ്റുകളാണ്. നല്ല പോക്കാണ്. വെസ്റ്റേൺ റെയിൽവേയിൽ അത്യാവശ്യത്തിന് നല്ല സ്പീഡ് ട്രാക്കുകളുണ്ട്. വണ്ടി ഇപ്പൊ സ്ലോ ആയല്ലോ പെട്ടെന്ന്. വെസ്റ്റേൺ റെയിൽവേയിലേക്കൂടെ പോകുന്ന വണ്ടിയല്ല, എല്ലാത്തിനും 130 തന്നെയാണ്. ഈ ഒരു വഡോദര അഹമ്മദാബാദൊക്കെ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന ട്രാക്കുകളാണ്. ട്രെയിൻ ഇപ്പോൾ ഭറൂച്ച് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ കണ്ടത് 2016 നിർമ്മിച്ച കോച്ചാണ് നമ്മളിത്. ആദ്യം കാണുന്ന 2 അക്ഷരമില്ലേ, അതാണ് കോച്ച് നിർമ്മിച്ച വർഷത്തിനെ സൂചിപ്പിക്കുന്നത്. ഹംസഫർ എക്സ്പ്രസ്. എന്താ അല്ലേ, നല്ല ലുക്ക് വണ്ടിയല്ലേ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ നർമ്മദ വരും. അത് നമുക്ക് കാണാം. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ റിവറായി. അപ്പോൾ ഇവിടെ 2 മിനിറ്റാണ് നമ്മുടെ ട്രെയിന് ഹോൾട്ട്. ഒരു ലോക്കോ മാത്രം, ഒറ്റക്ക് സിംഗിളായിട്ട് പോവുക. അവനാരും കൂട്ടുന്നില്ല, സിംഗിളായിട്ടാണ് പോകുന്നത്. ഭറൂച്ച് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് റിവർ സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങി.
ഇത്രയും വലിയ റിവറാണ്. ട്രെയിൻ ഇപ്പൊ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 11:17 എത്തേണ്ട വണ്ടി 11:10 ആകുമ്പോഴേ എത്തി. അതായത് ബിഫോർ ടൈം, 7 മിനിറ്റ് മുന്നേ എത്തി. പറയേണ്ട കാര്യം ഇതിന്റെ സ്പീഡ് തന്നെയാണ്, നല്ല സ്പീഡാണ്. മുംബൈ അമൃത്സർ മുംബൈ എക്സ്പ്രസ്. ഇത് പശ്ചിമ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അതെ, सूरत। कृपा करीने ध्यानापूर 2-2-4-9-7 श्रीगंगानगर तिरुचिरापल्ली हम सफर सुपर फास्ट एक्सप्रेस श्रीगंगानगर तिरुचिरापल्ली प्लेटफॉर्म क्रमांक 2 पर आ लीजिए. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോഴേ എടുക്കൂല, ഒരുപാട് ടൈം ഉണ്ട്. ഇവിടെ കണ്ടത് പശ്ചിമ എക്സ്പ്രസ് തന്നെയാണ്, അമൃത്സർ മുംബൈ സെൻട്രൽ. അതും നമ്മൾ ഏകദേശം ഒരേ റൂട്ടിൽ തന്നെ പോകേണ്ട 2 വണ്ടികളാണ്. അഹമ്മദാബാദ് കഴിഞ്ഞാൽ ഗുജറാത്തിലെ 2ാമത്തെ വലിയ സിറ്റിയാണ് സൂറത്ത് വരുന്നത്. ഡയമണ്ട് സിറ്റി എന്നും പറയുന്നു ഈ ഒരു സൂറത്തിനെ. അതായത് ഡയമണ്ട് സിറ്റി എന്ന് പറയാൻ കാരണം ഇവിടെ ഒരുപാട് വജ്രം, അതിന്റെ ഒരു വ്യവസായം നടക്കുന്നുണ്ട്. വജ്രത്തിന് പുറമെ തുണി, അതാണ് ഈ സൂറത്തിന്റെ മെയിൻ ആയിട്ടുള്ള വ്യവസായം എന്ന് പറയാൻ. മനു പറഞ്ഞ പോലെ തന്നെ വലിയ നഗരമാണ്, ഗുജറാത്തിലെ തന്നെ പ്രധാനപ്പെട്ട നഗരമാണ്, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നഗരമാണ് സൂറത്ത്. ഇവിടെ നമ്മുടെ ട്രെയിൻ 5 മിനിറ്റാണ് ഹോൾട്ട് ഉള്ളത്. നേരത്തെ എത്തി. 11:17 എത്തിയിട്ട് 22-നാണ് എടുക്കേണ്ടത്. നേരത്തെ എത്തി. ഇനിയിപ്പം അതുവരെ കാത്തു നിൽക്കാം. നേരെ കണ്ണിലേക്ക് തന്നെ വെയിലടിക്കുന്നത്, അതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടെ തന്നെ ഇതാ പശ്ചിം എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിനെക്കാട്ടി പ്രയോറിറ്റി നമ്മുടെ ഈ ഒരു ട്രെയിനാണല്ലോ. അടുത്ത സ്റ്റോപ്പിന് മഹാരാഷ്ട്രയിലാണ്, വസൈ റോഡ്. 215 കിലോമീറ്റർ നോൺ സ്റ്റോപ്പാണ്. അതിനിടയിൽ വാപ്പിയിലൊന്നും സ്റ്റോപ്പില്ല. സൂറത്ത് നഗരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കിനിപ്പോൾ കുറച്ച് നേരം കാണാം. കാരണം ഈ ഒരു ഭാഗത്തേ കൂടെ തന്നെയാണ് റെയിൽവേ ട്രാക്ക് പോകുന്നത്. ഇതിലൂടെ തന്നെ റോഡും ഉണ്ട്. ബസ്സൊക്കെ പോകുന്നതാ. എത്ര വരി പാതയാണെന്നറിയാം, 5 വരി പാതയും കണ്ടുണ്ട് ഈ ഒരു സൈഡിൽ തന്നെ. നല്ല തിരക്കുണ്ട്. എന്ത് ബ്ലോക്കാ നോക്കിയേ. ഇനി ഒരു ദീർഘമായിട്ടുള്ള യാത്രയാണ്, അതായത് നോൺ സ്റ്റോപ്പ് റണ്ണാണ്. വണ്ടിൻ്റെ സ്പീഡൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്നത് നാഷണൽ ഹൈവേ ആണ്. ഇത് വാപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്താനായി. ഈ വാപ്പി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തേക്കൂടെ തന്നെയാണ് NH പോകുന്നത്. സ്പീഡ് കൂടി, ആ സമയത്ത് ഡോർ അടച്ചു. ഇനിയിപ്പോൾ ഡോർ തുറന്നിട്ട് എടുക്കാൻ പറ്റൂല. വാപ്പി അയ്യോ, നല്ല പോക്കന്നെ. ഞങ്ങളിപ്പോൾ അപ്പർ ബർത്തിന്റെ മേലെ കയറി. കാരണം ഇനിയിപ്പോൾ ഈ സമയത്ത് കിടക്കാൻ അല്ലാതെ ഈ പുതക്കാതെ നിൽക്കാൻ പറ്റില്ല. കാരണം നല്ല കൂളിംഗ് ഉണ്ട്, പുറത്ത് നല്ല ചൂടുണ്ട്. അത് വേറെ കാര്യം. പിന്നെ അതുപോലെ തന്നെ അപ്പർ ബർത്തിന്റെ ആ ഒരു ഉപകാരം നേരെ ഇപ്പൊ നമ്മൾ നേരെ ഇപ്പം സൈഡിൽ ലോറൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായേനെ. മിഡിലെല്ലാണെങ്കിലും മിഡിൽ ലോറൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇരുന്നിട്ട് പോകേണ്ട അവസ്ഥ. എന്ത് പറഞ്ഞാലും നല്ല കംഫർട്ട്, ദീർഘയാത്രക്ക് പോകാൻ അപ്പർ ബർത്ത് തന്നെയാണ്. ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിൽ വെജ് മീൽസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അതിനോടൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വണ്ടി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊങ്കൺ വഴി നമ്മുടെ നാട്ടിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ പനവേലിലോട്ട് ഡയറക്റ്റ് പോയിട്ടുണ്ട്. നമുക്ക് ഉച്ചക്ക് നല്ല മീൻകറി ഊണൊക്കെ കിട്ടിയാൽ. പിന്നെ പനവേൽ ഭാഗത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, വേറെ വഴിയാണല്ലോ. അപ്പോൾ ഉച്ചക്ക് ഞങ്ങൾ വാങ്ങിച്ചത് വെജ് ബിരിയാണി തന്നെയാണ്. ഇതേ അതിൽ പിന്നെയും ഒരു നല്ലതായിട്ടുള്ളത്. ഫുഡ് ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല, ഓൺലൈൻ വഴി. ഈ ബാൻഡറിയിലത്തെ ഫുഡ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞങ്ങൾ ഇതിലത്തെ വെജ് ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണി തന്നെയായിരുന്നു.
പക അത് വീട്ടാനുള്ളതാണ്. ലോക്കൽ ട്രെയിൻ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവാണ്. ഇതാ അതങ്ങ് പോയി. നേരെ ചർച്ച് ഗേറ്റ് ഭാഗത്തേക്ക് മുംബൈയിലേക്ക്. നമ്മ വസൈ റോഡ് എത്താനായി. സമയം ഇപ്പോൾ 2:02 വസൈ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2:07 ട്രെയിൻ എത്തേണ്ടത്. ബിഫോർ ടൈമാണ്. വസൈ റോഡ്. ഈ പ്ലാറ്റ്ഫോം വരുന്നത് ഇവിടെയല്ല, ഞാൻ ഈ സൈഡിൽ വന്നതെന്ന് വെറുതെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിലാണ് വസൈ റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം സമയം 2:05 ഇനിയിപ്പോൾ ഇവിടുന്ന് 2:12 മാത്രമേ ട്രെയിൻ എടുക്കുള്ളൂ. ഇനി നമ്മുടെ ട്രെയിൻ പോകുന്നത് കല്യാൺ, പൂനെ, ഹുബ്ബള്ളി വഴിയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. അതായത് കൊങ്കൺ വഴി പോകുന്ന വണ്ടിയല്ല നമ്മളത്. അതുപോലെ തന്നെ എന്താ പറയാ, ഇവിടെ എത്തിയ ശേഷമാണ് എന്താ പറയാ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ യാത്ര കയറിയ ശേഷം നമ്മൾ ജാക്കറ്റ് ഇന്നലെ അഴിച്ചു വെച്ചത് ഇന്നലെ കഴിഞ്ഞ ദിവസം ജോധ്പൂർ എത്തിയ ശേഷമാണ്. ഇവിടെ നല്ല തണുപ്പൊന്നുമില്ല കേട്ടോ. നല്ല ചൂടായി. AC മാത്രമേ എന്താ പറയാ ഒരു തണുപ്പുള്ളൂ. ഇനി മുംബൈയിലേക്കൊക്കെ പോകണമെങ്കിലുണ്ടല്ലോ വസൈ റോഡിൽ ഇറങ്ങിയാൽ മതി. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ ഡ്രൈവ് ചർച്ച് ഗേറ്റ് എത്തും. ഒരുപാട് ലോക്കൽ ട്രെയിനുകൾ പോകുന്നുണ്ട്. അന്തേരി, മുംബൈ സെൻട്രൽ, ദാദറൊക്കെ പോകുന്ന ഒരുപാട് ട്രെയിനുകൾ ഇവിടുന്ന് കിട്ടും. മുംബൈ പോകേണ്ട ഒട്ടുമിക്ക പേര് ഇറങ്ങുന്നത് ഇവിടെ തന്നെയാണ്. അങ്ങ് അതിലൂടെ കണ്ട ട്രെയിനൊക്കെ പോകുന്നുണ്ട്. കല്യാൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ഒരു 8 കിലോമീറ്റർ കൂടി ഉണ്ടാവും. ഇവിടെ ആ ഒരു ലൈനിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടുന്ന് സിഗ്നൽ കിട്ടിയിട്ടില്ല. ഒരു ലോക്കൽ ട്രെയിൻ ഇപ്പൊ നൈസായിട്ട് ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ? ഇതേ അടുത്തത് സമയം ഇപ്പം കറക്റ്റ് 3:30 കല്യാൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തുകയാണ്. കുറേ നേരം അവിടെ ഇവിടേക്ക് നിന്ന് ലേറ്റായി. നേരത്തെ എത്തേണ്ടതാണ്. ട്രെയിൻ ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ പോകുന്നത് ഗാർഡ് സെക്ഷൻ വഴിയാണ്. അതായത് അടുത്തൊരു സ്റ്റോപ്പുണ്ട് കർജത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ലോണാവാല വരെ ഗാർഡ് സെക്ഷനാണ്. അതായത് ഗാണ്ടാല ഘട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ബോർഘട്ട് എന്ന് പറയും. അവന് പറഞ്ഞ പോലെ അടുത്ത കർജത്തിൽ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. അവിടെ വെച്ച് നമ്മുടെ ട്രെയിന് പിറകിൽ ബാങ്കർ അറ്റാച്ച് ചെയ്യും. ബാങ്കർ മീൻസ് പറഞ്ഞാൽ ലോക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ്. 2 എഞ്ചിനുകൾ ഇതിൻ്റെ പുറകിൽ അറ്റാച്ച് ചെയ്യും. അതെ, പക്ഷെ നമ്മുടെ ട്രെയിൻ എന്ന് വെച്ചാൽ വലിയ ട്രെയിനൊന്നും അല്ല, ചെറിയ ട്രെയിനാണ്. 16 തേർഡ് AC ഉള്ളൂ. പിന്നെ പാൻട്രി കാറടക്കം ഒരു 19 കോച്ച് അത്രേ ഉണ്ടാവുള്ളൂ ഇതിന്. അതുപോലെ തന്നെ നമ്മുടെ ബോർഘട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെ ഇന്ത്യൻ റെയിൽവേൻ്റെ സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള, അതായത് കുത്തനെയുള്ള 2 പ്രധാനപ്പെട്ട ഘട്ടുകളാണ്. ഒന്ന് ബോർഘട്ട്, അതായത് നമ്മുടെ പൂനെയിലേക്ക് പോകുന്നത്. മറ്റൊരു ഘട്ട് വന്നാൽ നാസിക്കിലേക്ക് പോകുന്ന കസാറ ഘട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്. കാരണം എന്താ, ഇത് കുത്തനെയുള്ള ഗേറ്റാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു അളവ്, അതായത് ഒരു റേഷ്യോ പറയുകയാണെങ്കിൽ 1:37 ആണ്. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 37 മീറ്റർ ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ 1 മീറ്റർ ഹൈറ്റ് ഈ എന്താ പറയുക, ഈ ഒരു കുത്തനെ ആ ഒരു കയറ്റം വരും. അപ്പോൾ ട്രെയിൻ കയറ്റം കയറിയിട്ടാണ് പോകുന്നത്. അത് നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ നല്ല കുത്തനുള്ള കയറ്റമാണ് ഈ പറഞ്ഞ കയറ്റം. ഈ പാൻട്രിയിൽ തന്നെ വടാപ്പാവൊക്കെ പോകുന്നുണ്ട്. എന്നാൽ പിന്നെ 2 വടാപ്പാവ് വാങ്ങിച്ച് നമ്മുടെ മഹാരാഷ്ട്രേൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഈ 2 ബെന്നില്ലേ, ഇതിൻ്റെ അകത്ത് ഇത് വെച്ച് കഴിക്കണം. അതിന് പുറമേനൊരു മുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നവീനുള്ളതും അവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കൂടെ പോകുമ്പോൾ പിന്നെ വടാപ്പാവ് വാങ്ങാതെ പോകുന്നത് ശരിയല്ലല്ലോ. തീർച്ചയായും ശരിയല്ല. അപ്പോൾ കഴിച്ചു നോക്കണം ഇനിയിപ്പം. അപ്പോഴത്തേക്ക് നമുക്ക് കർജത്തിലെത്തും. അതെ, സമയം ഇപ്പം 4:20 കർജാത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ട്രെയിനിൻ്റെ പുറകിൽ അറ്റാച്ച് ചെയ്യാനുള്ള ബാങ്കർ ലോക്കോമോട്ടീവുകളാണിത്. ഇത് എത്ര ഉണ്ട്? 2 എന്തായാലും ഉണ്ടാവും. ഇതുണ്ട്, ഇതിപ്പോൾ തന്നെ വരുന്നുണ്ടോ? ഇത് നമ്മുടെ ട്രെയിനിൻ്റെ പുറകിൽ അറ്റാച്ച് ചെയ്യും ഈ 2 ലോക്കോമോട്ടീവുകൾ. അത് വരുന്നുണ്ട് ഓൾറെഡി ഇങ്ങോട്ട് തന്നെ. നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറിയല്ലോ. കർജത്ത് സ്റ്റേഷൻ കഴിഞ്ഞാണ് വരുന്ന സ്റ്റേഷനാണ് പലസ്താരി. അത് കഴിഞ്ഞ് ലോണാവാല എത്തുന്നതിന് മുമ്പാണ് കണ്ടാല എന്ന് പറഞ്ഞ സ്റ്റേഷൻ വരെ. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 സ്റ്റേഷൻ്റെ ഇടയിലാണ് 21 കിലോമീറ്റർ വരുന്നത്. അതാണ് നമ്മുടെ ബോർഗട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 1:37 ആണ് നമ്മൾ ആ ഒരു കയറ്റത്തിൻ്റെ ഗ്രേഡിയേഷൻ, അതായത് ഒരു അളവ് പറയുന്നത്. അതായത് 37 മീറ്റർ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ 1 മീറ്റർ ഹൈറ്റാണ് ആ ഒരു എന്താ പറയുക വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാങ്കർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാങ്കർ ലോക്കോമോട്ടീവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം അത് ഇവിടെ കപ്പിൾ ചെയ്യും. ഈ പുറകിൽ അറ്റാച്ച് ചെയ്യുന്നതിനെ ബാങ്കർ ലോക്കോമോട്ടീവ് എന്നാണ് പറയാം. മുന്നിലാണെങ്കിൽ ബ്രേക്കർ. ഇത് രണ്ടാണ് ഇപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്യും. കർജത്ത് അതിൻ്റെ ഒരു ടൗണിൻ്റെ ഭാഗമൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന പരിപാടി ആയിട്ടില്ല. ആയി മൂവി വരുന്നുണ്ട്. May I have your attention please? 1761 Pallaveen Mandal Express is arriving shortly on platform number 2. യെസ്, കപ്പിളായി 2 എണ്ണം. ടോട്ടലി നമ്മുടെ ട്രെയിന് 3 ലോക്കോമോട്ടീവുകളാണ് ഉള്ളത്, 3 എഞ്ചിനുകളാണ് ഉള്ളത് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ടോട്ടലി. ഇപ്പം നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ അവിടുത്തെ തന്നെ പോവാം. ഗാർഡ് സെക്ഷൻ തുടങ്ങി. ഇപ്പോൾ ഒരു ടണൽ വരും. ടണൽ ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകളിലെ കാണേണ്ടത് ഇപ്പോഴൊന്നുമല്ല, മഴക്കാലത്താണ്, മൺസൂണാണ്, മുഴുവൻ പച്ചപ്പായിരിക്കും. ഇപ്പം കാണാൻ എന്താ പറയുക, എല്ലാം ഒരു ഈ രീതിയിലേ കാണുള്ളൂ. മൺസൂൺ ടൈമിൽ ഇതിൻ്റെ ബ്യൂട്ടി വേറെ തന്നെയാണ്. നമ്മൾ വീഡിയോയിലുണ്ട്. നല്ലൊരു കിടിലൻ വ്യൂ. നമ്മളിപ്പോൾ എത്ര ഹൈറ്റിലെവിടെയാണ് പോകുന്നതെന്നറിയോ? കിടിലം. ട്രെയിൻ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കാണാൻ ആ ഒരു മലേൻ്റെ ഒരു വ്യൂ കാണുന്ന നോക്കിയേ. അയ്യോ, അങ്ങ് അവിടെ ഒരുപാട് എന്താ പറയുക, ഒരു ചെറിയൊരു ടൗൺ കണ്ടതാ. ബ്യൂട്ടിഫുൾ. ഒരു കിടിലം വ്യൂ അല്ലേ ഇതാ. ഗണ്ടാല എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഇവിടം വരെയാണ് നമ്മുടെ ഗണ്ടാല ഗഡ് സെക്ഷനുള്ളത്. സമയം 5:07. ഇനി 1 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ലോണാവാല എത്തി. സമയം 5:20. ലോണാവാല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ട്രെയിൻ വരുന്നത്. ലോണാവാല റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഉണ്ട് ഒരുപാട് ലോക്കോമോട്ടീവുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടല ഘാട്ട് വഴിയുള്ള ഒരു ട്രെയിൻ യാത്ര ശരിക്കും പറഞ്ഞാൽ ഇവിടെയല്ല, മൺസൂൺ ടൈമിലാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ മൺസൂൺ സമയത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ലോണാവാല. അവിടെ തന്നെയാണ് ഒരു ലേക്കും അതുപോലെ തന്നെ എന്താ പറയുക വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. നമ്മളവിടെ പോയതാണ്, വീഡിയോ ചെയ്തതാണ്. മഴക്കാലത്ത് മഴ നനഞ്ഞിട്ട് കൊടയൊക്കെ പിടിച്ചിട്ട് മൊത്തം നനഞ്ഞിട്ട് ഒരു യാത്ര ചെയ്തതാണ്. അതെ, ഒരു കിടിലൻ സ്പോട്ടാണ് ലോണാവാല. അടുത്തതാണ് ഇനി പൂനെ. പൂനെയിലേക്കുള്ള ആ വഴിയാണ്.
ട്രെയിൻ നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. അന്ന് അവിടെയൊക്കെ മുഴുവനും മലനിരകളാണ്. പൂനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂനെ മെട്രോ സ്റ്റേഷനായത്. സമയം 6:25 സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ കൂടി ഉണ്ടാവും. ഇവിടെ തന്നെ റോഡുണ്ട് കേട്ടതാ. പൂനെ ജംഗ്ഷൻ. നമ്മുടെ ഭാഗത്തല്ല പ്ലാറ്റ്ഫോം ഉള്ളത്. പതിനെട്ട് 36, അതായത് 6:36 സമയം. മഹാരാഷ്ട്രയിൽ തന്നെ രണ്ടാമത്തെ വലിയ നഗരമാണ് പൂനെ. ഇവിടെ ഇതാ പൂനെ എന്നുള്ള ഒരു നെയിം ബോർഡൊക്കെ ഉണ്ട്. പൂനെ ജംഗ്ഷനിൽ നമ്മുടെ ട്രെയിനിൽ 10 മിനിറ്റ് ഹോൾഡ് ഉണ്ട്. എന്താ അവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടാ. ഓ, അവിടെ ജയ് ശ്രീറാം വിളിക്കുന്നു. നമുക്കിനിയിപ്പോ ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കണ്ടേ? ആ, അമ്മ അറിയില്ല എന്തോ ഉണ്ട്. ഇവിടെയൊക്കെ സമൂസയും ഇതുപോലത്തെ ഈ വേലും പിന്നെന്താ പറയാ ഇഡ്ഡലിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ കഴിയില്ല. വേറെ എന്തെങ്കിലും നോക്കാം. ഇഡ്ഡലിന്ന് വാങ്ങിച്ചിട്ട് രാത്രി കഴിക്കാൻ കഴിയില്ല. പൂനെയിലത്തെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇതാണ്. നമ്മൾ 2-ലാണ് വന്നത്. ഇവിടെ ഏതൊരു ട്രെയിൻ വരുന്നുണ്ട് കണ്ട. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുറേ എന്താ പറയുക, അവിടെയാണ് കുറച്ചും കൂടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉള്ളത്, ഈ ഫുഡ് കോർട്ടൊക്കെ. ഇവിടെ 2-ലൊന്നുമില്ല. ഈ നമ്മുടെ ട്രെയിൻ വന്ന് നിന്ന സ്ഥലത്തൊന്നുമില്ല. ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാമെന്നാണ് പ്ലാൻ ഉണ്ടായത്. പൂനെയിൽ നേരത്തെ വന്നതാണ്. ഇപ്പോൾ 7:09 ആകുമ്പോഴാണ് ഇവിടുന്ന് വണ്ടി എടുക്കുന്നത്. അടുത്ത സ്റ്റോപ്പിനുള്ളത് സത്താരയിലാണ്. 145 കിലോമീറ്റർ പോകാനുണ്ട്. എന്തായാലും ഒരു 10 മണിയാവും എത്തുമ്പോൾ. ഈ ഒരു ഭാഗത്ത് ഇവിടെയും ഫുഡൊന്നും ഇല്ല. ഇതിൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം കാണണ്ടേ? അവിടെ കണ്ടതാ, അവിടെ ഫുഡ് കോർട്ട് വരെയുണ്ട്. 1, 2 രണ്ടെണ്ണം തന്നെ അടുത്തായിട്ടുണ്ട്. അവിടെ വന്നാൽ മതിയായിരുന്നു. ഈ വണ്ടി ഇത്ര വൈകിട്ട് വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയേനെ, അവിടെ പോയി വാങ്ങിച്ചേനെ. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇതൊരു വണ്ടി ഷണ്ടിങ് ചെയ്ത് വരുന്നുണ്ട് കണ്ടതാ. പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ലോക്കോമോട്ടീവ് ഡീസലിലേക്ക് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അവിടെ കണ്ടതാ വന്ദേ ഭാരത് മുംബൈ സോളാപൂർ. അടുത്തൊരു വീഡിയോയിൽ, അതായത് ഇതിൻ്റെ വേറൊരു പാർട്ടും കൂടെ വരും. വെറും ട്രിച്ചിയിലെത്തിയ ശേഷം നമുക്ക് അവിടെ നിന്ന് കാണുന്നതായിരിക്കും നല്ലത്. ഞങ്ങളിതിൻ്റെ പാൻഡറിലേക്ക് പോയിട്ട് രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നു. ഇത് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ നൈറ്റ് കഴിച്ചതും ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചതും. ഇത് തന്നെ സെയിം ഫുഡ് തന്നെയാണ്. വെജ് ബിരിയാണി 80 രൂപയാണ് ഒരെണ്ണത്തിന്. പിന്നെ ഇതിന് വെജ് മീൽസും കൂടി ഉണ്ട്. അത് ഞങ്ങൾ പിന്നെ ട്രൈ ചെയ്യുന്നില്ല. വെജ് ബിരിയാണി കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത ദിവസം, അതായത് ഇനിയൊരു അടുത്തൊരു ദിവസം കൂടി ഉണ്ടല്ലോ, അതായത് നാളെ രാത്രിക്ക് മാത്രമേ ട്രിച്ചിലെത്തത്തുള്ളൂ. നാളെ ഈ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ പാൻഡറത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പം ഇവിടെയുള്ള ഇതിലത്തെ ഒരു പാൻഡറത്തെ ഫുഡ് ഇത് നേരത്തെ കാണിച്ച് തന്നെയാണ്, സെയിം ഫുഡ് തന്നെയാണ്. അതായത് ഒരു വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് വീണ്ടും തുറന്ന് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ 2 ഉണ്ട്. അച്ചാറും ഉണ്ട്, പിന്നെ അതുപോലെ സ്പൂണും ഉണ്ട്. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ നിന്നും 1804 കിലോമീറ്റർ യാത്ര ചെയ്ത് മഹാരാഷ്ട്രയിലെ സത്താറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ കറക്റ്റ് 10 മണി. 10 മണിക്കാണ് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു 15 മിനിറ്റ് ട്രെയിൻ ലേറ്റ് ഉണ്ട്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. 9:89, അതായത് 10 മണി തന്നെ. സത്താറ ദേ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ ഒരു പാർട്ട് നമുക്ക് സത്താറ റെയിൽവേ സ്റ്റേഷനിൽ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിന്ന് അഹമ്മദാബാദ് യാത്ര ആരംഭിച്ചത് ഇവിടെ എത്തും വരെ 774 കിലോമീറ്റർ ഇന്ന് യാത്ര ചെയ്തു. ഇനിയിപ്പോൾ നാളെ, അതായത് നാളെ നമ്മൾ വീഡിയോ കാണാൻ വേണ്ടി പോകുന്ന കർണാടകയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏതായാലും വിശ്രമിക്കാൻ പോകുന്നുണ്ട്. കാരണം ഒരുപാട് ദീർഘമായ യാത്ര ഇന്ന് ഒരുപാട് രാവിലെ മുതൽ ആരംഭിച്ചാണല്ലോ. അതെ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു 3-ാമത്തെ പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ട് അടുത്ത ദിവസത്തെ കാണാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.